റഹ്മത്തുള്ള കാസിമി എന്ന സുന്നി പണ്ഡിതൻ വഹാബിസത്തിൻ്റെ ചരിത്രം വിശദീകരിക്കുന്ന ഒരു പ്രഭാഷണ പരമ്പര നടത്തുന്നുണ്ട്. ഞാൻ ആ പരമ്പര സ്ഥിരമായി കേൾക്കാറുണ്ട്. അതിൻ്റെ 10ാമത്തെ എപ്പിസോഡ് ഇന്നലെ കേട്ടു. ഇത് കേൾക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ മുമ്പ് എൻ്റെ ഒരു വീഡിയോയിൽ ഒരു പരാമർശം നടത്തിയിരുന്നു. അതായത് പാരമ്പര്യ സുന്നി ഇസ്ലാം താരതമ്യേന വലിയ അപകടമില്ലാത്ത ഇസ്ലാമാണ്. എന്നാൽ വഹാബി ഇസ്ലാം ഇന്നത്തെ കാലത്ത് വലിയ അപകടം വരുത്തുന്ന ഇസ്ലാമാണ്. എങ്കിലും യഥാർത്ഥ ഇസ്ലാം മുഹമ്മദ് നബി നടപ്പിലാക്കിയ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിലുള്ള യഥാർത്ഥ ഇസ്ലാം വഹാബിസം പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാമാണ് എന്നും ഞാനൊരു പരാമർശം നടത്തിയിരുന്നു. അത് വേണ്ട വിധം മനസ്സിലാക്കാത്ത പല ആളുകളും സംശയം ഉന്നയിച്ചിട്ടുണ്ട്. യഥാർത്ഥ ഇസ്ലാം സുന്നികളുടെ ഇസ്ലാമല്ലേ? യഥാർത്ഥ ഇസ്ലാം എങ്ങനെയാണ് വഹാബികളുടെ ഇസ്ലാം ആകുന്നത്? അതൊന്ന് വ്യക്തമാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചിലരൊക്കെ മെസ്സേജ് വഴിയും മറ്റും സംശയം ഉന്നയിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത് എനിക്കെന്നല്ല, സാക്ഷാൽ മുഹമ്മദ് നബിക്ക് പോലും വ്യക്തത വരാത്ത വിധത്തിൽ കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യങ്ങൾ. അള്ളാഹു എണീറ്റ് വന്നാൽ അദ്ദേഹത്തോട് ചോദിച്ചാൽ പോലും യഥാർത്ഥ ഇസ്ലാം ഏതാണ് എന്നതിന് ഉത്തരം പറയാൻ കഴിയില്ല. അത്രമാത്രം കോമഡിയാണത്. ഏതുപോലെ എന്ന് വെച്ചാൽ, ഞാൻ പണ്ട് കണ്ട ഒരു നാടകം ഓർമ്മ വരുന്നു എനിക്കിത്. KPSCയുടെ ഒരു പഴയ നാടകത്തിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ ഈ സഭാതർക്കം വലിയൊരു വിഷയമായിട്ട് വരുന്നുണ്ട്. ആ സഭാതർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പോലീസ് ഓഫീസർ മധ്യസ്ഥനായിട്ടൊരു ചർച്ച നടക്കുക. അപ്പോൾ ഈ ക്രിസ്ത്യാനി അല്ലാത്ത പോലീസ് ഓഫീസർക്ക് എന്താണ് ഈ സഭാതർക്കത്തിൻ്റെ കഥ എന്നറിയില്ല. അപ്പോൾ ഈ മെത്രാന്മാരോട് അദ്ദേഹം അത് ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് വിശദീകരിക്കാൻ ആവശ്യപ്പെടുക. അപ്പോൾ മെത്രാൻ ഇങ്ങനെ ഈ പോലീസ് ഓഫീസറുടെ അടുത്ത് ഈ സഭാതർക്കത്തിൻ്റെ ചരിത്രം അങ്ങോട്ട് വിവരിക്കും. അത് വിവരിച്ച് പകുതിയാകുമ്പോഴേക്ക് ഇദ്ദേഹം തലവേദന വന്ന് വേർത്ത് അവസാനം ബോധം കെട്ട് വീഴുകയാണ്. ഈ പോലീസ് ഓഫീസർ. കാരണം അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഈ വിശദീകരണം. അതേപോലെയാണ് ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങളെക്കുറിച്ചും ഈ വിഭാഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബോധം കെട്ട് വീഴും. നമ്മൾ മാത്രമല്ല, സാക്ഷാൽ അള്ളാഹു പോലും ബോധം കെട്ട് വീഴും. അത്രമാത്രം കോംപ്ലിക്കേഷൻ ഉള്ളതാണ് ഈ കാര്യങ്ങൾ. എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ ലളിതമായിട്ട് പറയാൻ ശ്രമിക്കാം. ഒന്ന്, ഇസ്ലാമിലെ 2 പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ എന്ന് പറയുന്നത് ഷിയ, സുന്നി എന്ന് പറയുന്ന 2 വിഭാഗമാണ്. അതിൽ ഷിയ എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ മരണശേഷം അലിയാണ് ഇസ്ലാമിൻ്റെ അമീറായി വരേണ്ടിയിരുന്നത്, ഇസ്ലാമിൻ്റെ ഖലീഫയായി വരേണ്ടിയിരുന്നത്. അതിനുള്ള അവകാശം അലിക്കാണ് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം. മുഹമ്മദ് നബിയുടെ മരണത്തോടു കൂടി തന്നെ ആരംഭിച്ച ഒരു അധികാര തർക്കത്തിൻ്റെ ഭാഗമായിട്ട് മുഹമ്മദ് നബിയുടെ കുടുംബ പാരമ്പര്യത്തിലൂടെയാണ് അധികാരം വരേണ്ടത് എന്ന അഭിപ്രായമുള്ള വിഭാഗമാണ് ഷിയാക്കളായിട്ട് മാറിയത്. പക്ഷെ പിന്നീട് അധികാരം കൈയാളിയത് മറുപക്ഷമാണ് എന്നതുകൊണ്ടും നൂറ്റാണ്ടുകളോളം ഇസ്ലാമിനെ കൈകാര്യം ചെയ്തത് ആ മറുപക്ഷമാണ് എന്നതുകൊണ്ടുമാണ് സുന്നി ഇസ്ലാം വളരുകയും ഷിയ ഇസ്ലാം തളരുകയും ചെയ്തത്. അതൊരു ചരിത്രം. ഇതിൽ ഈ സുന്നി ഇസ്ലാം തന്നെ പിന്നീട് പലതരത്തിലുള്ള വിഭജനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അത് ഏതൊക്കെ തരത്തിലുള്ള വിഭജനങ്ങളാണെന്ന് പറഞ്ഞാൽ സാമാന്യമായൊരു വിശ്വാസിക്ക് പോലും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്ന്, അതിൻ്റെ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളുടെ ചട്ടവട്ടങ്ങൾ ഉൾക്കൊള്ളുന്ന കർമ്മശാസ്ത്രവും നിയമസംഹിതയും വിശദീകരിക്കുന്ന കാര്യത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരുപാട് പണ്ഡിതന്മാരും ഇമാമുമാരും രംഗത്ത് വരികയും അവസാനം അതിലേത് ഇമാം പറയുന്നതാണ് ശരി എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ മുസ്ലിങ്ങളൊരു പൊതുധാരണയിലെത്തി ഏതെങ്കിലും ഒരു ഇമാമിനെ പിൻപറ്റിയാൽ മതി, ആ ഇമാമിനെ പിൻപറ്റി ആ മതം വിശ്വസിച്ച് അങ്ങനെ പോയാൽ മതി എന്നുള്ളൊരു തീരുമാനമെടുക്കുകയും അതനുസരിച്ച് കുറേ ഇമാമുകളെ പിൻപറ്റുന്ന മദ്ഹബുകളായിട്ട് ഈ സുന്നി വിഭാഗം മാറുകയും ചെയ്തു. ഇസ്ലാമിലെ ഓരോ കാര്യങ്ങളും, അത് അനുഷ്ഠാനമായാലും ആചാരമായാലും നിയമമായാലും വ്യക്തി ജീവിതത്തിലെയും രാഷ്ട്രീയ ജീവിതത്തിലെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന കാര്യത്തിലായാലും ഒക്കെ തന്നെയും നബി എന്ത് ചെയ്തു, നബി എന്ത് പറഞ്ഞു, ഖുർആനിൽ എന്ത് പറഞ്ഞു എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു തീരുമാനത്തിലെത്താൻ പറ്റാത്ത അത്രയും അവ്യക്തത നിലനിൽക്കുന്നു, വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് ഈ വൈരുദ്ധ്യങ്ങളുടെയും അവ്യക്തതയുടെയും ഇടയിൽ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ അവിടെ ഓരോരുത്തരും അവരവരുടെ യുക്തിക്കനുസരിച്ചും അവരവരുടെ
താല്പര്യങ്ങൾക്കനുസരിച്ചും വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. അങ്ങനെ വ്യാഖ്യാനിച്ച് വന്ന മഹാപണ്ഡിതന്മാരുടെ വിഭാഗങ്ങളാണ് ഈ മദ്ഹബുകൾ എന്ന് പറയുന്നത്. ആ മദ്ഹബുകൾ തമ്മിൽ ഇത്തരത്തിലുള്ള കർമ്മശാസ്ത്രത്തിലും നിയമത്തിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. തത്വചിന്താപരമായിട്ട് ഓരോ ദേശത്തുമുള്ള പണ്ഡിതന്മാർ ആ ദേശത്തെ മറ്റു തത്വചിന്തകളുമായി ഇതിനെ സമന്വയിപ്പിച്ചുകൊണ്ട് സ്വന്തം നിലക്ക് വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുകയും അങ്ങനെ ഓരോ പ്രദേശത്തും പ്രത്യേകം ഇമാമുമാരും പണ്ഡിതന്മാരും അവരവരുടേതായ ഇസ്ലാമിനെ വ്യാഖ്യാനിച്ചുണ്ടാക്കുകയും ചെയ്തു. ആ ഇമാമുമാരെയൊക്കെ ഫോളോ ചെയ്യുന്ന ഓരോ വിഭാഗങ്ങളായിട്ട് പിന്നീട് ഇസ്ലാമിൻ്റെ അനുയായികൾ ഓരോ സ്ഥലത്തും മാറുന്നുണ്ട്. അങ്ങനെ വന്നിട്ടുള്ള ഇമാമുകളെ പിന്തുണയ്ക്കുക എന്നുള്ള ഒരു കീഴ്വഴക്കമാണ് പിന്നീട് പാരമ്പര്യ ഇസ്ലാമായിട്ട് മാറിയത്. അപ്പോൾ ഇസ്ലാമിനെ മനസ്സിലാക്കണമെങ്കിൽ, ഇസ്ലാമിനെ അനുഷ്ഠിച്ചും ആചരിച്ചും ഇസ്ലാം അനുസരിച്ചും ജീവിക്കണമെങ്കിൽ ഖുർആനും ഹദീസും നേരിട്ട് നോക്കി പഠിച്ചിട്ട് സാധ്യമല്ല എന്നും അതിനു പകരം പണ്ഡിതന്മാരായിട്ടുള്ള ഇമാമുകളെ നമ്മൾ അന്ധമായി പിൻപറ്റിയാൽ മതി എന്നുമുള്ള ഒരു തീരുമാനത്തിൽ പൊതുവിൽ മുസ്ലിം ലോകം എത്തിച്ചേരുകയാണ്. പക്ഷെ ഏത് ഇമാമാണ് പറയുന്നത് ശരി എന്ന കാര്യത്തിൽ ആർക്കും ഒരു തീരുമാനവും പറയാൻ പറ്റില്ല. കാരണം ഓരോ പ്രദേശത്തും കുറേ ഇമാമുമാരുണ്ടാവും, കുറേ നേതാക്കന്മാരും പണ്ഡിതന്മാരുണ്ടാവും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഇമാമിൻ്റെ പുറകെ കൂടി അയാൾ എന്ത് പറയുന്നു അതാണ് നമ്മളുടെ ഇസ്ലാം. ആ രീതിയിൽ ലോകത്താകെ വളർന്നു വന്നിട്ടുള്ള ഇസ്ലാമാണ് ഈ സുന്നി ഇസ്ലാമിലെ പാരമ്പര്യ ഇസ്ലാം എന്ന് നമ്മൾ പറയുന്ന ഈ ഒരു സാധനം. ഇന്ത്യയിലൊക്കെ അത്തരത്തിലുള്ള പാരമ്പര്യ ഇസ്ലാമാണ് നിലവിലുണ്ടായിരുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ നാനാഭാഗത്തും ഈ പറയുന്ന അറേബ്യയിലടക്കം ഇത്തരത്തിൽ ഓരോ ഇമാമുമാരെയും ഓരോ പണ്ഡിതന്മാരെയും അന്ധമായി അനുകരിക്കുന്ന പല വിഭാഗങ്ങളായിട്ടാണ് ഇസ്ലാം നിലനിന്നിരുന്നത്. ഇന്ത്യയിൽ അത് ഇവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇവിടെ കുറേ സൂഫി പണ്ഡിതന്മാർ ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുകയും ആ വ്യാഖ്യാനങ്ങൾക്കനുസരിച്ച് ഈ പണ്ഡിതന്മാരെ പിൻപറ്റിക്കൊണ്ടുള്ള രീതിയാണ് പാരമ്പര്യ മുസ്ലിങ്ങൾ തുടർന്നു പോകുന്നത്. എന്നാൽ ഈ രീതിക്ക് വിരുദ്ധമായിട്ട് ഇസ്ലാമിനെ പഴയ മുഹമ്മദ് നബി നടപ്പിലാക്കിയ അതേ ഇസ്ലാമിലേക്ക്, ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും നബി നടപ്പിലാക്കിയ യഥാർത്ഥ ഇസ്ലാമിൻ്റെയും അടിസ്ഥാനത്തിൽ പ്യൂരിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ശുദ്ധീകരിച്ചെടുക്കുക. എന്നിട്ട് 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലും മുഹമ്മദ് നബി മക്കയിലും മദീനയിലും നടപ്പിലാക്കിയ ഇസ്ലാമിനെ ലോകത്താകെ അതേ രൂപത്തിൽ നടപ്പിലാക്കുക എന്ന ഒരു സിദ്ധാന്തം 13-ാം നൂറ്റാണ്ടിലെ ഇബ്നു തീമിയ എന്ന ഒരു പണ്ഡിതനാണ്, ഇറാഖിലുണ്ടായിരുന്ന ഒരു ഇബ്നു തീമിയ എന്ന് പറയുന്ന പണ്ഡിതനാണ് ആദ്യം ഇത്തരമൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ ഈ ഇമാമുകളെ പിൻപറ്റുക എന്ന രീതിയെ നിരാകരിക്കുകയും ഈ ഇമാമുകളെ പിൻപറ്റിയിരുന്ന ആളുകൾ പിന്നെ ആ ഇമാമുകൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ കബറിടങ്ങളൊക്കെ ആരാധനാലയങ്ങളാക്കി മാറ്റുകയും അവിടെ പോയി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുക പതിവായിരുന്നു. ഇന്ത്യയിലും അങ്ങനെ പതിവായിരുന്നു. അതിനൊക്കെ നിരാകരിച്ചു. അതൊക്കെ അനിസ്ലാമികമാണ്. അങ്ങനെ വ്യക്തികളുടെ ഖബറിനെ ആരാധിക്കുന്നതും വ്യക്തികളെ ഫോളോ ചെയ്യുന്നതും ഒക്കെ അനിസ്ലാമികമാണ്. ഖുർആന്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നേരിട്ട് ഇസ്ലാമിനെ ഫോളോ ചെയ്യുകയാണ് വേണ്ടത് എന്ന ആശയമാണ് ഇബ്നു തീമിയ 13-ാം നൂറ്റാണ്ടിൽ മുന്നോട്ട് വെച്ച്. ഏതാണ്ട് അതേ ആശയത്തെ ഒന്നുകൂടി എടുത്ത് പ്രയോഗിക്കുകയാണ് 18-ാം നൂറ്റാണ്ടിൽ അറേബ്യയിലെ മധ്യഭാഗത്തുള്ള നജ്ദ് എന്ന് പറയുന്ന ദേശത്ത് ജീവിച്ചിരുന്ന ഒരു കാട്ടറബി ഗോത്ര നേതാവായിരുന്ന ഒരു പണ്ഡിതൻ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഈ ഇബ്നു തീമിയയുടെ ആശയങ്ങളെ ഒന്നുകൂടി പരിഷ്കരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞതും ഇബ്നു തീമിയ പറഞ്ഞതും ഈ പാരമ്പര്യ ഇസ്ലാം തുടരുന്നവരൊന്നും മുസ്ലിങ്ങളല്ല, അവരെല്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ കാഫറുകളാണ് എന്നാണ്. ശവകുടീരങ്ങൾ കെട്ടിപ്പൊക്കുന്നതും അവിടെ പോയി പ്രാർത്ഥിക്കുന്നതും ഇമാമുമാരെ അന്ധമായി പിൻപറ്റുന്നതും ഒക്കെ അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ഒരു സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കും. നജ്ദിനടുത്തുള്ള ഉയൈന എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. ഒരു കാട്ടറബി ഗോത്രത്തിലാണ് അദ്ദേഹം ജനിച്ചു വളരുന്നത്, തമീം എന്ന് പറയുന്ന ഒരു ഗോത്രത്തിൽ. ആ ഗോത്രത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ വാപ്പയെയോ അദ്ദേഹത്തിൻ്റെ സഹോദരനെയോ ഉൾപ്പെടെയുള്ള ആളുകളെ പോലും അദ്ദേഹത്തിന് ഈ സിദ്ധാന്തം ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ആ നാട്ടിൽ സ്വീകാര്യത ലഭിക്കാത്തതുകൊണ്ട് മുഹമ്മദ് നബിക്ക് സംഭവിച്ച അതേപോലെ തന്നെ അവിടെ നിന്ന്
നാട് വിട്ടു പോകേണ്ടി വന്നു. നജിദിൽ അന്ന് ഒരു ചെറിയ സെറ്റിൽമെൻറ്റും ആ സെറ്റിൽമെൻറ്റിൻ്റെ ഗോത്രത്തലവനായിട്ട് മുഹമ്മദ് ബിൻ സൗദ് എന്ന് പറയുന്ന ഒരു നാട്ടുരാജാവാണ് ഭരണം നടത്തിയിരുന്നത്. രാജാവ് എന്നൊന്നും പറഞ്ഞുകൂടാ, ഒരു ചെറിയ ഗ്രാമത്തിൻ്റെ തലവൻ. അങ്ങനെ ഇദ്ദേഹം ഈ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ചങ്ങാതി അദ്ദേഹവുമായിട്ട് പോയി ബന്ധപ്പെടുകയും അദ്ദേഹവുമായിട്ട് ഒരു കരാറുണ്ടാക്കുകയും ചെയ്യുന്നു. വളരെയധികം സമാനതയുണ്ട്. മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിൽ പോയി മദീനയിലെ ഗോത്രക്കാരുമായിട്ട് കരാറുണ്ടാക്കിയതുപോലെ തന്നെ ഇദ്ദേഹം നജിദിൽ പോയിട്ട് അവിടുത്തെ ഈ നാട്ടുരാജാവുമായിട്ട് ഒരു കരാറുണ്ടാക്കുകയാണ്. ആ കരാർ ഇങ്ങനെയായിരുന്നു: മതപരമായ കാര്യങ്ങൾ ഞാൻ കൈകാര്യം ചെയ്യാം, അധികാരവും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാജാവ് കൈകാര്യം ചെയ്യുക. അങ്ങനെ നമ്മൾ രണ്ടു കൂട്ടരും കൂടെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ദേശം മുഴുവനും കീഴടക്കി ഒരു വലിയ ഇസ്ലാമിക സാമ്രാജ്യം ഉണ്ടാക്കാം എന്ന ആശയം ഈ അബ്ദുൽ വഹാബ് ഈ മുഹമ്മദ് ബിൻ സൗദുമായിട്ട് പങ്കുവെക്കുകയും അതൊരു കരാറായിട്ട് ബയ്യത്ത് ചെയ്യുകയും ചെയ്തു. ഈ നാട്ടുരാജാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധവും സൈന്യവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ ചുറ്റുപാടുമുള്ള മുസ്ലിങ്ങളെ, പാരമ്പര്യ മുസ്ലിങ്ങളെ കൊന്നൊടുക്കാനും കൊള്ള ചെയ്യാനും തുടങ്ങി. ഹജ്ജിന് വരുന്ന പാരമ്പര്യ മുസ്ലിങ്ങളെ വഴിയിൽ കൊള്ളയടിച്ചു, അവരെ കൂട്ടക്കൊല ചെയ്തു, അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിച്ചു. അങ്ങനെ മുഹമ്മദ് മദീനയിൽ സമ്പന്നനായതുപോലെ തന്നെ കൊള്ള മുതൽ കൊണ്ട് സമ്പന്നനാവുകയും ആയുധങ്ങളും മറ്റും പിടിച്ചെടുത്ത് വലിയൊരു സൈന്യത്തെ രൂപീകരിച്ചുകൊണ്ട് ഈ സൂദ് രാജാവ് ഈ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വികസിപ്പിക്കുകയും ചെയ്തു. മതവുമായി കൂട്ടുനിന്ന് മുഹമ്മദ് നബി എങ്ങനെയാണോ ഇത് രണ്ടും കൂടെ കൈകാര്യം ചെയ്തത്, അതേപോലെ ഇവർ രണ്ടുപേരും കൂടെ ഇത് രണ്ട് കാര്യങ്ങളും കൈകാര്യം ചെയ്തു. മതപരമായിട്ടുള്ള ഫത്വകളും നിർദ്ദേശങ്ങളും എല്ലാം അബ്ദുൽ വഹാബ് നൽകി. വാളുപയോഗിച്ചുകൊണ്ട് ഉള്ള വെട്ടിപ്പിടുത്തങ്ങളും സാമ്രാജ്യ വികസനവും രാഷ്ട്രീയ കാര്യങ്ങളും ഭരണകാര്യങ്ങളും ഒക്കെ സൗദ് കുടുംബവും ചെയ്തു. അങ്ങനെ ഈ സൗദിൻ്റെ ഭരണകാലം ഇവർ രണ്ടു കൂട്ടരും കൂടെ തുടങ്ങി വെച്ച ഒരു സംയുക്ത സംരംഭമാണ് പിന്നീട് സൗദി അറേബ്യ എന്ന വലിയ ഒരു രാജ്യത്തിൻ്റെ പിറവിക്ക് കാരണമായത്. ഈ ആദ്യത്തെ കരാറുണ്ടാക്കിയ ബൈഅത്ത് ചെയ്ത രാജാവിന് ശേഷം അയാളുടെ മകൻ അധികാരത്തിൽ വരുന്നു. അയാളുടെ മകന് ഈ അബ്ദുൽ വഹാബ് മകളെ കല്യാണം കഴിച്ചു കൊടുക്കുകയും അവർ തമ്മിലുള്ള കുടുംബ ബന്ധമായിട്ട് മാറുകയും ചെയ്തു. അതോടുകൂടി ഭരണത്തിൽ കൂടുതൽ അബ്ദുൽ വഹാബിന് കിട്ടുകയും അങ്ങനെ അബ്ദുൽ വഹാബ് നേരിട്ട് രാജ്യം ഭരിക്കാൻ തുടങ്ങുകയും ചെയ്തു. അതോടുകൂടി തന്നെ ചുറ്റുഭാഗത്തേക്കുമുള്ള അധിനിവേശങ്ങളും കൊള്ളകളും അക്രമങ്ങളും വർദ്ധിപ്പിച്ചു. അങ്ങനെ ചുറ്റുപാടുമുണ്ടായിരുന്ന അവിടെ മറ്റു മതക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, പാരമ്പര്യ മുസ്ലിങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ മുസ്ലിങ്ങളെ തന്നെ കൊള്ളയടിച്ച് കൊന്നൊടുക്കിക്കൊണ്ട് മുന്നേറി. ഒപ്പം അവരുടെ ആരാധനാലയങ്ങളായിരുന്ന മക്ബറകൾ, സൂഫി മക്ബറകളും അതുപോലെ ഇമാമുകളുടെ മക്ബറകളും പണ്ഡിതന്മാരുടെ കബറിടങ്ങളും എല്ലാം ഇടിച്ചു നിരത്തി തകർത്തുകൊണ്ട് അവിടെ പ്യൂരിറ്റൻ ഇസ്ലാമിൻ്റെ വിപ്ലവം ഇദ്ദേഹം തുടങ്ങി വെച്ചു. അത് അറേബ്യക്ക് പുറത്തേക്കും വ്യാപിച്ചു. പിന്നീട് ഇതിൻ്റെ തുടർച്ചയായി വന്നിട്ടുള്ള ആളുകളാണ് ഇറാഖിലും മറ്റുമൊക്കെ പോയിട്ട് മെസപ്പൊട്ടാമിയ ഭാഗത്തൊക്കെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഷിയാക്കളുടെ ആരാധനാലയങ്ങൾ, ഇമാം ഹുസൈൻ്റെ കബറിടം നിന്നിരുന്ന വലിയൊരു പള്ളിയൊക്കെ കൊള്ളയടിച്ച് അവിടുന്ന് ടൺ കണക്കിന് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു പള്ളിയൊക്കെ, അതെല്ലാം കൊള്ളയടിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ ഇവർ മുഹമ്മദ് നബി മദീനയിൽ എന്ത് കലാപരിപാടിയാണോ നടത്തിയിരുന്നത് അതേ കലാപരിപാടിയിലൂടെ അറേബ്യൻ ദേശം മുഴുവൻ പിടിച്ചടക്കുകയും ഒടുവിൽ മക്കയും മദീനയുമെല്ലാം അവരുടെ അധികാരത്തിന് കീഴിൽ വരികയും ചെയ്തു. അങ്ങനെ ഈ സൗദ് കുടുംബം അന്ന് ആരംഭിച്ച ഭരണവും ആ ഭരണത്തോടൊപ്പം ഈ അബ്ദുൽ വഹാബ് തുടങ്ങിയ വഹാബിസത്തിൻ്റെ ഇസ്ലാമുമാണ് സൗദി അറേബ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നീട് വളർന്നു വന്നത്. അതോടൊപ്പം പിന്നീട് എണ്ണയൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയതിന് ശേഷം സൗദി അറേബ്യ കൂടുതൽ സമ്പന്നമാവുകയും ആ സമ്പത്തിൻ്റെ വലിയൊരു പങ്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ഈ മതം വികസിപ്പിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സമയത്താണ് യഥാർത്ഥത്തിൽ ഈ വഹാബിസം എന്ന് പറയുന്ന സാധനം ഇസ്ലാം എന്ന രൂപത്തിൽ ലോകത്താകെ വ്യാപിക്കുന്നത്. അതുവരെ ഉണ്ടായിരുന്നത്, ലോകത്തെല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നത് ഈ ഏതെങ്കിലും പണ്ഡിതന്മാരെയോ ഇമാമുകളെയോ പിൻപറ്റുന്ന പാരമ്പര്യ ഇസ്ലാമാണ്. ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ആ പാരമ്പര്യ ഇസ്ലാമാണ് ഉണ്ടായിരുന്നത്. ഈ പാരമ്പര്യ ഇസ്ലാമിന് നൂറ്റാണ്ടുകളുടെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ അത് പല വഴിതിരിയലിലൂടെയും
പലതരത്തിലുള്ള പരിണാമങ്ങളിലൂടെയും ഒക്കെ കടന്നു പോയിട്ടുണ്ട്. അതിൽ വളരെ സ്വതന്ത്ര ചിന്തക്ക് മുൻകൈ ഉണ്ടായിരുന്ന ഒരു സുവർണ കാലഘട്ടം തന്നെ, നൂറ്റാണ്ടുകൾ നീണ്ട കാലഘട്ടം തന്നെ ഇസ്ലാമിക ലോകത്ത് കടന്നു പോയിട്ടുണ്ട്. അന്ന് തികച്ചും ഭൗതികവാദികളും നിരീശ്വരവാദികളുമൊക്കെ ആയിട്ടുള്ള ഖലീഫമാർ വരെ ഇസ്ലാമിൻ്റെ ഭരണരംഗത്തുണ്ടായിരുന്നു. ആ ഖലീഫമാരുടെ കൊട്ടാരങ്ങളിൽ ആസ്ഥാന ചിന്തകരായിട്ടും കവികളായിട്ടും സാഹിത്യകാരന്മാരായിട്ടും ഒക്കെ നിരീശ്വരവാദികളടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. മാത്രമല്ല ആ കാലഘട്ടത്തിലാണ് ഇസ്ലാമിക ലോകത്ത് നിന്ന് ശാസ്ത്രവും വിജ്ഞാനവും തത്വചിന്തയും ഒക്കെ വികസിക്കുന്നത്. മറ്റു രാജ്യങ്ങളിലുള്ള തത്വചിന്തകളൊക്കെ അറബി ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്ത് പ്രചരിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള വേദങ്ങളും പുരാണങ്ങളും ഒക്കെ തന്നെ അറബ് ഭാഷയിലേക്കൊക്കെ ഭാഷാന്തരം ചെയ്ത് ആ പ്രദേശങ്ങളിലൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നതും ഒക്കെ ഈ ഒരു സുവർണ കാലത്താണ്. സ്വതന്ത്ര ചിന്തയുടെ ഒരു സുവർണ കാലം വരെ ഈ പാരമ്പര്യ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട്. അതിനെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് എന്ന കാട്ടറബി ഗോത്രത്തലവൻ എന്താണോ ചെയ്തത് അതേ പരിപാടി ഇസ്ലാം എന്ന പേരിൽ പുനഃസ്ഥാപിച്ചുകൊണ്ടാണ് 18-ാം നൂറ്റാണ്ടിൽ അവിടെ നജ്ദിൽ ജനിച്ചു വളർന്ന മറ്റൊരു കാട്ടറബി ഗോത്രത്തലവനായി വന്ന അബ്ദുൽ വഹാബും മറ്റൊരു കാട്ടറബി ഗോത്രത്തിൻ്റെ തലവനായിരുന്ന ഭരണാധികാരിയായിരുന്ന ഈ സുഹൂദ് രാജാവും കൂടി ചേർന്നുകൊണ്ട് ഇസ്ലാമിനെ ഒരു മുഹമ്മദൻ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുകയാണ് ചെയ്തത്. ആ മുഹമ്മദ് മദീനയിലും മക്കയിലും നടപ്പിലാക്കിയ യഥാർത്ഥ ഇസ്ലാം അതേ രൂപത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് അത് ലോകത്ത് വീണ്ടും വ്യാപിപ്പിച്ച ആ ഒരു പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനം എന്ന് പറയുന്നത്. എന്നാൽ ആ വഹാബി പ്രസ്ഥാനം 18-ാം നൂറ്റാണ്ടിൽ ഈ രീതിയിൽ അറേബ്യ പിടിച്ചടക്കി അറേബ്യയിലാകെ അധികാരത്തിൽ വരികയും അവിടെ നിന്ന് വ്യാപിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞൊരു 3 നൂറ്റാണ്ടുകൾ കടന്നു പോയതോടുകൂടി സ്വാഭാവികമായിട്ടും ഈ വഹാബി ഇസ്ലാമിൽ വീണ്ടും പഴയതുപോലുള്ള പരിവർത്തനങ്ങൾ ഉണ്ടായി. അത് വഹാബി ഇസ്ലാം കയറ്റി അയക്കപ്പെട്ട പ്രദേശങ്ങളിൽ ആ പ്രദേശങ്ങളുടെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് വഹാബിസത്തിൽ മാറ്റങ്ങളുണ്ടായി. അങ്ങനെ വഹാബിസത്തിൽ നിന്ന് പിന്നീട് ചെറിയ ചെറിയ വകതിരിവുകളുണ്ടായി. അതിൽ ചിലത് ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് വഴിമാറി. മൗദൂദിസമൊക്കെ അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അങ്ങനെ തീവ്ര ഇസ്ലാമിസത്തിലേക്ക് വഴിമാറാൻ കാരണം വഹാബി ഇസ്ലാം വീണ്ടും സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും വശംവദമായി മറ്റു നാടുകളിലൊക്കെ പോയിട്ട് അവിടങ്ങളിലുള്ള മറ്റു മതക്കാരുമായിട്ടും മതേതര ജീവിതവുമായിട്ടും ഒക്കെ ചെറിയ തോതിൽ താതാത്മ്യപ്പെടാൻ തുടങ്ങിയപ്പോൾ വീണ്ടും പ്യൂരിറ്റൻ വാദവുമായിട്ട് വഹാബിസത്തെ തന്നെ വീണ്ടും പരിഷ്കരിക്കാൻ വേണ്ടി വന്ന പ്രസ്ഥാനങ്ങളാണ് ഈ മൗദൂദിസം പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, അതിലൂടെ വന്നിട്ടുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളൊക്കെ. കാരണം ഇപ്പോൾ കേരളത്തിലൊക്കെ നമുക്കറിയാം, കേരളത്തിൽ വഹാബിസം ഏതാണ്ട് ഒരു അരനൂറ്റാണ്ട് മുമ്പാണ് ഈ എണ്ണപ്പണത്തിൻ്റെ കൂടെ സൗദി അറേബ്യയിൽ നിന്ന് ഇവിടെ ഇറക്കുമതി ചെയ്യപ്പെടുന്നത്. ആ വഹാബിസത്തിന് പക്ഷേ അബ്ദുൽ വഹാബും കൂട്ടരും സൗദി അറേബ്യയിൽ നടത്തിയതുപോലെയുള്ള അക്രമങ്ങൾ ഇവിടെ നടത്താൻ പറ്റുമായിരുന്നില്ല. കാരണം അബ്ദുൽ വഹാബിൻ്റെ സിദ്ധാന്തം തന്നെ മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരെയും കൊല്ലുക എന്നുള്ളത് തന്നെയായിരുന്നു. അതിൽ പാരമ്പര്യ മുസ്ലിങ്ങളെ കൂടി മുസ്ലിങ്ങളല്ലാത്തവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി. അങ്ങനെ പാരമ്പര്യ മുസ്ലിങ്ങളെ കൊല്ലുക, ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും മറ്റു മതക്കാരെയും മറ്റു പാഗൻസ് ആയിട്ടുള്ള ആളുകളെയും ബഹുദൈവ ആരാധകരായിട്ടുള്ള ആളുകളെയും എല്ലാം കൊന്നൊടുക്കിക്കൊണ്ട് പാരമ്പര്യ മുസ്ലിങ്ങളെ കൂടി കാഫറുകൾ എന്ന രീതിയിൽ കൊന്നൊടുക്കിക്കൊണ്ട് ഈ പ്യൂരിറ്റൻ ഇസ്ലാം പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു വഹാബിൻ്റെ സിദ്ധാന്തം. ആ വഹാബിസം കേരളത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ അതൊന്നും അതേപടി നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായത് എന്നതുകൊണ്ട് ഇവിടുത്തെ വഹാബിസം കുറച്ച് മായം കലരാൻ തുടങ്ങി. അങ്ങനെ മായം കലർന്ന ഈ വഹാബിസത്തിൽ നിന്നും പിന്നീട് മായം കലരാത്ത ഇസ്ലാം എങ്ങനെ ഉണ്ടാക്കാം എന്ന ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് മൗദൂദിസം വരുന്നത്. ആ മൗദൂദിസത്തിൻ്റെ പ്രായോഗിക രൂപമാണ് ഇന്ന് പാകിസ്ഥാനിലും അതുപോലെ അഫ്ഗാനിസ്ഥാനിലും മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിലൊക്കെ അൽ ഖ്വയ്ദയായിട്ടും ISIS ആയിട്ടും താലിബാനായിട്ടും ബോക്കോ ഹറാമായിട്ടും ഒക്കെ പരിണമിച്ചത് ഈ മൗദൂദിസമാണ്. എന്നാൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമില്ലാത്ത രാജ്യങ്ങളിൽ അത് അതുപോലെ അന്യമതക്കാരെ കൊന്നൊടുക്കിക്കൊണ്ട് വിപ്ലവം നടത്താൻ സാധ്യമല്ലാത്തതുകൊണ്ട് അവിടെ മുഹമ്മദ് മക്കയിൽ പ്രയോഗിച്ച അല്ലെങ്കിൽ മുഹമ്മദ് മറ്റു ചില സന്ദർഭങ്ങളിൽ പ്രയോഗിച്ച തഖിയ എന്ന തന്ത്രം, അതായത് ചതി പ്രയോഗിക്കുക അല്ലെങ്കിൽ കെണിയിൽ കൊടുക്കുക എന്ന തന്ത്രം പ്രയോഗിക്കുക എന്നതാണ് ഇവിടുത്തെ വഹാബികൾ സ്വീകരിച്ചത്. അങ്ങനെ ഭൂരിപക്ഷം നേടുമ്പോൾ യഥാർത്ഥ വഹാബിസം അല്ലെങ്കിൽ യഥാർത്ഥ ഇസ്ലാം നടപ്പിലാക്കുക എന്ന രീതിയിലേക്കാണ് അവർ പോയത്. ആ തഖിയയുടെ ഭാഗമായിട്ട്
ഈ എണ്ണപ്പണം ഒഴുകി വന്ന ആ ഒരു കാലഘട്ടത്തിൽ ഒരു അരനൂറ്റാണ്ട് മുമ്പ് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ഇസ്ലാമിനെ കയറ്റി അയക്കാൻ, വഹാബിസത്തിലൂടെ ഇസ്ലാമിനെ കയറ്റി അയക്കാൻ നടന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ സംവാദത്തിൽ അവതരിപ്പിച്ച സിന്ദാനി പ്രോജക്റ്റ് ഉൾപ്പെടെയുള്ള പ്രോജക്റ്റുകളൊക്കെ വരുന്നത്. കാരണം ഈ ഖുർആനെ കുറിച്ചും ഹദീസിനെ കുറിച്ചുമൊക്കെ ഇല്ലാത്ത നുണകൾ പറഞ്ഞുകൊണ്ട്, കള്ളം പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുക. അറബി ഭാഷയിലുള്ള ഈ ഗ്രന്ഥങ്ങളൊന്നും വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത സമൂഹങ്ങളിലൊക്കെ പോയിട്ട് ഇതിലില്ലാത്ത അത്ഭുതങ്ങളും ശാസ്ത്രവും അതും ഇതൊക്കെ പറഞ്ഞ് കള്ളത്തരങ്ങൾ നുണ പറഞ്ഞ് പ്രചരിപ്പിച്ച് ഇതിലേക്ക് ആളുകളെ ആകർഷിച്ച് കെണിയിൽ കുടുക്കി ഇസ്ലാമിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ച് മറ്റു രാജ്യങ്ങൾ പിടിച്ചടക്കി ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ കൊണ്ടുവരാനുള്ള ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനത്തെ പല ചതിയൻ പ്രോജക്റ്റുകളും കൂടെ ചേർന്നാണ് ഇന്ന് ലോകത്ത് വഹാബിസം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും മൃദുവായ സമീപനം സ്വീകരിക്കാവുന്ന മേഖലകളിൽ, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള അല്ലെങ്കിൽ കേരളം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും മൃദുവായിട്ടുള്ള വഹാബിസമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഭൂരിപക്ഷം നേടിയ സ്ഥലങ്ങളിൽ, മറ്റു സ്ഥലങ്ങളിൽ കുറച്ചുകൂടെ കഠിനമായിട്ടുള്ള വഹാബിസമാണ് കാണുന്നത്. ആ കഠിനമായിട്ടുള്ള വഹാബിസത്തിൻ്റെ ഇന്നത്തെ വിവിധ വേർഷനുകളാണ് ലോകത്ത് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 200-ൽ പരം വരുന്ന ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾ. ലോകമാകെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളും കൊള്ളകളും എല്ലാം തന്നെ ഈ അബ്ദുൽ വഹാബ് 18-ാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ നടത്തി കാണിച്ച അതേ കാര്യങ്ങളാണ്. അതാവട്ടെ മുഹമ്മദ് 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലും അറേബ്യയിൽ നടപ്പിലാക്കിയ അതേ ഇസ്ലാമുമാണ്. ഈ അർത്ഥത്തിലാണ് ഞാൻ വഹാബിസമാണ് താരതമ്യേന ഇസ്ലാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന അഭിപ്രായം പറഞ്ഞത്. എന്നാൽ പാരമ്പര്യ ഇസ്ലാം അത്ര അപകടകാരിയല്ല എന്ന് പറയാൻ കാരണം, ഈ പാരമ്പര്യ ഇസ്ലാം ഓരോ പ്രദേശത്തെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് അവിടെ ജീവിക്കുന്ന മറ്റു മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും ജീവിച്ചു പോകാനും, അതുപോലെ തന്നെ മതത്തെ കേവലം അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും ഒതുക്കിക്കൊണ്ട് പൊളിറ്റിക്കൽ മതത്തിലേക്ക് കടക്കാതെ, ഒരു അധികാരം പിടിച്ചെടുക്കാനും വിപ്ലവം നടത്താനും മറ്റുള്ളവരെ കൊല്ലാനും ഒന്നും പോവാതെ മതത്തെ ആശയപരമായി മാത്രം പ്രചരിപ്പിക്കുകയും അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും മാത്രം മതവിശ്വാസത്തെ ഒതുക്കുകയും ചെയ്യുന്ന താരതമ്യേന അപകടം കുറഞ്ഞ ഇസ്ലാമാണ് ലോകമാകെ നൂറ്റാണ്ടുകളോളം വ്യവഹരിച്ചിരുന്ന ഈ പാരമ്പര്യ ഇസ്ലാം എന്ന് പറയുന്നത്. ആ പാരമ്പര്യ ഇസ്ലാമിന് ഒരു വേർഷനല്ല ഉള്ളത്, അത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പുകളായിട്ടും വ്യത്യസ്ത ഇമാമുകളുടെ കീഴിലും വ്യത്യസ്ത ധാരകളായിട്ടൊക്കെ വഴിപിരിഞ്ഞു പോയിട്ടുണ്ട്. അതിലേത് വഴിപിരിഞ്ഞ ശാഖ എടുത്താലും അതൊന്നും തന്നെ ഈ പ്യൂരിറ്റൻ ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്ന ഈ വഹാബിസത്തെ പോലെയോ വഹാബിസത്തിൽ നിന്നും ഉടലെടുത്തിട്ടുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ പോലെയോ ഇന്നത്തെ കാലത്ത് അപകടകരമല്ല. യഥാർത്ഥ ഇസ്ലാമും പാരമ്പര്യ ഇസ്ലാമും തമ്മിലുള്ള ഈ വ്യത്യാസത്തെക്കുറിച്ച് സാധാരണ മുസ്ലിങ്ങൾക്ക് വലിയ അറിവൊന്നുമില്ല. ഈ ഹദീസിനെയും ഖുർആനെയും ഭാഷാന്തരം ചെയ്തുകൊണ്ട് അത് ലോകമാകെ പ്രചരിപ്പിച്ചത് വഹാബി ഇസ്ലാമിസ്റ്റുകളാണ്. നേരെ മറിച്ച് ഈ പാരമ്പര്യ ഇസ്ലാമിസ്റ്റുകൾ ആ ഖുർആനിനോ അല്ലെങ്കിൽ ഹദീസിനോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഈ അടിസ്ഥാന പ്രമാണങ്ങൾക്കോ അത്ര പ്രാധാന്യം നൽകിയിരുന്നില്ല. മറിച്ച് അതിനെ പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്ത പണ്ഡിതന്മാരെ അന്ധമായി ഫോളോ ചെയ്യുക എന്ന രീതിയാണ് പാരമ്പര്യ മുസ്ലിങ്ങൾ തുടർന്നു പോന്നിരുന്നത്. അതുകൊണ്ട് ഈ ഇമാമുമാർ അവരുടെ സാമൂഹ്യ സാഹചര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് വ്യാഖ്യാനങ്ങൾ പറയുകയും ആ വ്യാഖ്യാനങ്ങൾ അനുസരിച്ച് അവർ ഫത്വ നൽകുകയും ആ ഫത്വകൾക്ക് അനുസരിച്ച് അവരുടെ അനുയായികളായി അവരുടെ പിൻഗാമികളായി വന്നിട്ടുള്ള ആളുകൾ അത് സ്വീകരിച്ചു പോരുകയുമാണ് ചെയ്തിരുന്നത്. പിന്നീട് അങ്ങനെയുള്ള ഇമാമുമാർ മരണപ്പെടുമ്പോൾ അവരുടെ ശവക്കല്ലറകൾ തന്നെ ആരാധനാലയങ്ങളായി മാറ്റുകയും അവിടെ പോയിട്ട് ഇവർ അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നതിന് പകരം ഇവരെ ഇടനിലക്കാരാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുക എന്ന രീതിയാണ് പാരമ്പര്യ സുന്നി മുസ്ലിങ്ങൾ തുടർന്നു പോന്നിട്ടുള്ളത്. അത് ഇന്ത്യയിലൊന്നും അത് വലിയ അപകടം ഉണ്ടാക്കിയിരുന്നില്ല. പക്ഷേ ഈ പ്യൂരിറ്റൻ വാദവുമായി വന്ന വഹാബിസമാണ് ഇന്ത്യയിലും കേരളത്തിലുമടക്കം തീവ്രവാദ ഇസ്ലാമിനെ പരിപോഷിപ്പിച്ചത്. ആ തീവ്രവാദ ഇസ്ലാമാണ് കേരളത്തിലൊക്കെയുള്ള ഇന്ന് ഏറ്റവും അപകടകരമായിട്ടുള്ള മതവിഭാഗമായി വളർന്നു വന്നിട്ടുള്ളത്. ISISലേക്കൊക്കെ ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്ത് സിറിയയിലേക്കൊക്കെ ആടുമേയ്ക്കാൻ പോകുന്ന ആളുകളെയെല്ലാം സൃഷ്ടിക്കുന്നത് ഈ പ്യൂരിറ്റൻ വാദവുമായി വന്ന വഹാബി ഇസ്ലാമാണ്. ആ വഹാബി ഇസ്ലാമിൻ്റെ
ഏറ്റവും പ്രായോഗികമായ പൊളിറ്റിക്കൽ രൂപങ്ങളാണ് ഇന്ന് ലോകത്ത് കാണുന്ന ഭീകരവാദ സംഘടനകളെല്ലാം. ആ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറെ കൂടി വ്യക്തതയോടുകൂടി അവതരിപ്പിച്ച സിദ്ധാന്തമാണ് മൗദൂദിയുടെ സിദ്ധാന്തം. മൗദൂദിയുടെ സിദ്ധാന്തം പാകിസ്ഥാനിൽ, അഫ്ഗാനിസ്ഥാനിലുമൊക്കെയാണ് കൃത്യമായി പ്രയോഗിക്കപ്പെട്ടത്. ഇന്ത്യയിൽ മൗദൂദിയൻ സിദ്ധാന്തം പിന്നീട് സ്വതന്ത്ര ഇന്ത്യയിൽ ആ രീതിയിൽ പ്രാവർത്തികമാക്കാൻ പറ്റാത്തതുകൊണ്ട് മൗദൂദികൾ വലിയ ആശയക്കുഴപ്പത്തിലാവുകയും അവർക്ക് ഇവിടെ എങ്ങനെയാണ് ഈ ഇസ്ലാമിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നറിയാതെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഉരുളലുകളുമായിട്ട് അവരിന്നൊരു ചെറിയ പ്രസ്ഥാനമായിട്ട് നമ്മുടെ മുമ്പിൽ വളരെ പരിഹാസ്യമായ രൂപത്തിൽ നിലനിൽക്കുന്നു. ഓരോ മാസം ഓരോ സംഘടന ഉണ്ടാക്കും, ഓരോ ആഴ്ചയും ഓരോ സിദ്ധാന്തം പറയും. ഇങ്ങനെ പലതരം വേഷങ്ങൾ കെട്ടിക്കൊണ്ട് ഇവിടെ തകിടം മറിയുന്ന ഒരു കാഴ്ചയാണ് മൗദൂദികളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ വഹാബികളെ സംബന്ധിച്ചിടത്തോളം അവരിവിടെ കേരളത്തിൽ വന്ന കാലത്ത് അവർ റിഫോമിസ്റ്റുകളാണ്, അല്ലെങ്കിൽ പുരോഗമനവാദികളാണ് എന്ന ഒരു തോന്നൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു. കാരണം ഇവിടുത്തെ യാഥാസ്ഥിതിക പാരമ്പര്യ മുസ്ലിങ്ങളെ അപേക്ഷിച്ച് അവർ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം നേടുന്ന കാര്യത്തിലും പെൺകുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്ന കാര്യത്തിലുമൊക്കെ കുറച്ച് താല്പര്യമെടുത്തതുകൊണ്ട് നമ്മളൊക്കെ തന്നെ ഇവരെന്തോ വലിയ പരിഷ്കരണവാദികളാണെന്നും നവോത്ഥാനത്തിൻ്റെ ആളുകളാണ് എന്നും തെറ്റിദ്ധരിച്ചു. യഥാർത്ഥത്തിൽ വഹാബിസം നവോത്ഥാനമല്ല, അത് റിവൈവലിസമാണ്, പുനരുത്ഥാനവാദമാണ്. 6-ാം നൂറ്റാണ്ടിലെ മുഹമ്മദ് എന്ത് നടപ്പിലാക്കിയോ അത് ലോകാവസാനം വരെ ലോകത്തെല്ലായിടത്തും നടപ്പിലാക്കുക എന്ന അങ്ങേയറ്റം അപകടകരവും പ്രതിലോമപരവുമായിട്ടുള്ള ഒരാശയമാണ് വഹാബിസം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ അർത്ഥത്തിലാണ് വഹാബിസം യഥാർത്ഥ ഇസ്ലാമാണെങ്കിലും അത് ഇന്നത്തെ കാലത്ത് വളരെ അപകടം പിടിച്ച ഇസ്ലാമാണ് എന്ന അഭിപ്രായം ഞാൻ പറഞ്ഞത്. സുന്നി ഇസ്ലാം യഥാർത്ഥ ഇസ്ലാമുമായിട്ട് അത്ര ബന്ധമില്ലെങ്കിലും താരതമ്യേന അപകടം കുറഞ്ഞ ഇസ്ലാമാണ് എന്നും ഞാൻ പറഞ്ഞത് ഈ ഒരു അർത്ഥത്തിലാണ്. ഇന്ന് ഇപ്പോൾ ഈ ലോകമാകെ ഇസ്ലാമിൻ്റെ തന്നെ തകർച്ചയ്ക്ക് തന്നെ കാരണമായിരിക്കുകയാണ് ഈ വഹാബിസം പ്രതിനിധാനം ചെയ്യുന്ന ഈ പൊളിറ്റിക്കൽ ഇസ്ലാം. അതുകൊണ്ട് ഇസ്ലാം തന്നെ ആഴക്കടലിലേക്ക് ആണ്ടുപോവുകയാണ് എന്ന് ഇന്ന് കുറേ ആളുകളെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രണ്ട് തരത്തിലാണ് ഇസ്ലാം തകർന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ തനിനിറം തിരിച്ചറിയുകയും ഇസ്ലാമിനെതിരായിട്ട് വലിയ തോതിലുള്ള ആശയപ്രചരണം ലോകത്തിൻ്റെ നാനാഭാഗത്തും ആരംഭിക്കുകയും ചെയ്തു. അതോടുകൂടി ഇസ്ലാമിൽ നിന്ന് ചിന്തിക്കുന്ന ആളുകളെല്ലാം കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. അപ്പോൾ ഇസ്ലാം ഒരു വിശ്വാസ സിദ്ധാന്തം എന്ന നിലക്ക് പലതരം രാഷ്ട്രീയമായ തകർച്ചയെയും വിശ്വാസപരമായ തകർച്ചയെയും നേരിടുന്നുണ്ട്. ഈ നിലക്ക് പോവുകയാണെങ്കിൽ ഇസ്ലാമിന് അധികകാലം മുന്നോട്ട് പോകാൻ ആയുസ്സുണ്ടാവില്ല എന്ന് തിരിച്ചറിഞ്ഞ ആളുകളാണ് ഇന്ന് ഇസ്ലാമിനെ രക്ഷിക്കാനുള്ള മറ്റു വഴികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അന്വേഷിച്ചപ്പോൾ പലർക്കും പല വഴികളാണ് കിട്ടിയിട്ടുള്ളത്. ചില ആളുകൾ വളരെയധികം കാലികമായിട്ട് ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുക, ഖുർആനെയും ഹദീസിനെയും ഒക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് അതിന് പുതിയ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും നൽകിക്കൊണ്ട് ആധുനിക ലോകത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾക്ക് അനുസരിച്ച് വ്യാഖ്യാനിക്കുക എന്ന ഒരു ആശയവുമായിട്ട് കുറച്ചാളുകൾ രംഗത്തുണ്ട്. അതേസമയത്ത് ഞാൻ പറഞ്ഞ പാരമ്പര്യ ഇസ്ലാമിനെ പുനരുദ്ധരിച്ചുകൊണ്ട് ഈ വഹാബിസത്തിൻ്റെ കെണിയിൽ നിന്ന് പാരമ്പര്യ മുസ്ലിം സമൂഹത്തെ മോചിപ്പിക്കാനുള്ള ശ്രമമാണ് ഇവിടുത്തെ പാരമ്പര്യ സുന്നി പണ്ഡിതന്മാർ ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമാണ് ഇന്ന് റഹ്മത്തുള്ള കാസിമിയെ പോലുള്ള ആളുകൾ വഹാബിസത്തിൻ്റെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് തുടങ്ങി വെച്ചിട്ടുള്ളത്. അപ്പോൾ വഹാബിസമാണ് ഇസ്ലാമിൻ്റെ തകർച്ചയ്ക്ക് കാരണം എന്നും ഇസ്ലാമിൽ നിന്ന് ആളുകൾ വിശ്വാസം നഷ്ടപ്പെട്ട് നിരീശ്വരവാദികളായി പോകുന്നതിൻ്റെ കാരണവും ലോകമാകെ ഇസ്ലാം ഈ തീവ്രവാദത്തിലൂടെയും ഭീകരാക്രമത്തിലൂടെയും ഇസ്ലാം സ്വന്തം മുഖം വികൃതമാക്കുന്നതിൻ്റെയും ഒക്കെ കാരണം ഈ വഹാബിസമാണ് എന്ന് മുസ്ലിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ പാരമ്പര്യ സുന്നി ഇസ്ലാം, അല്ലെങ്കിൽ ഈ ഇമാമുകളെ പിൻപറ്റുന്ന ഇസ്ലാം, അതല്ലെങ്കിൽ തത്വചിന്താപരമായും ആധ്യാത്മികമായും നിലനിന്നിരുന്ന സൂഫി ഇസ്ലാമിനെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് വഹാബി ഇസ്ലാമിനെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഇനി മുസ്ലിങ്ങൾക്ക് മതവുമായി മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രചരണം ഈ ഒരു വിഭാഗം ആരംഭിച്ചിട്ടുള്ളത്. ഇതെല്ലാം വളരെ സമഗ്രമായും സൂക്ഷ്മമായും ആഴത്തിലും മനസ്സിലാക്കണമെങ്കിൽ ഇസ്ലാമിൻ്റെ എല്ലാ ധാരകളെക്കുറിച്ചും നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ ഇത് പഠിക്കാൻ മെനക്കെടാന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു ജന്മം മുഴുവൻ എടുത്താലും ഇത് പഠിച്ച് തീരില്ല. അത്രമാത്രം വിപുലമാണ് കാര്യങ്ങൾ, അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യങ്ങൾ. അപ്പോൾ ചുരുക്കത്തിൽ വഹാബിസം എന്ന് പറയുന്നത് മുഹമ്മദ് നബി 6-ാം നൂറ്റാണ്ടിൽ നടപ്പിലാക്കിയ ഇസ്ലാമിനെ അതേപടി 18-ാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ നടപ്പിലാക്കിയ
മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ആശയമാണ്. അത് ഇന്ന് ലോകത്ത് ഇസ്ലാമിന് തന്നെ വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ തകർച്ചയ്ക്ക് തന്നെ അത് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് അതുവരെ നിലനിന്നിരുന്ന, ലോകത്തെല്ലായിടത്തും നിലനിന്നിരുന്ന ഈ പാരമ്പര്യ സുന്നി ഇസ്ലാമിനെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് ഇസ്ലാമിനെ രക്ഷിക്കാനുള്ള ശ്രമമാണ് റഹ്മത്തുള്ള കാസിമിയെ പോലുള്ള പാരമ്പര്യ പണ്ഡിതന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിലാണ് ഞാൻ വഹാബി ഇസ്ലാമിനെക്കുറിച്ചും സുന്നി ഇസ്ലാമിനെക്കുറിച്ചും പറഞ്ഞത്. ഈ വഹാബി ഇസ്ലാമും സുന്നി സെക്റ്റിൽ തന്നെ പെട്ടതാണ്. ഇസ്ലാമിൻ്റെ 2 മേജർ സെക്റ്റ് എന്ന് പറയുന്നത് സുന്നി ഷിയ എന്ന് പറയുന്ന സെക്റ്റുകളാണ്. അതിൽ സുന്നി വിഭാഗത്തിൽ തന്നെയാണ് ഈ വഹാബിസവും ഉൾക്കൊള്ളുന്നത്. അതിനകത്തെ പ്യൂരിറ്റൻ വാദമാണ് വഹാബിസം എന്ന് പറയുന്നത്. പ്യൂരിറ്റൻ വാദം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മുഹമ്മദ് നടപ്പിലാക്കിയ ഭീകരവാദത്തിൻ്റെ ഇസ്ലാം എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് വഹാബിസത്തെ യഥാർത്ഥ ഇസ്ലാമായി കണ്ടുകൊണ്ട് നമ്മളെപ്പോലെയുള്ള ആളുകൾ അതാണ് യഥാർത്ഥ ഇസ്ലാമിൻ്റെ മുഖം എന്ന് നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ ഇസ്ലാമിൽ നിന്ന് ആളുകളെ പുറത്ത് കടക്കാനാണ് പ്രേരിപ്പിക്കേണ്ടത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതേസമയത്ത് ഇസ്ലാമിന് കുറച്ച് മനുഷ്യപ്പറ്റുള്ളൊരു മുഖം നൽകാൻ ശ്രമിക്കുന്ന ആളുകളെ അവരുടെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് ഈ ഒരു കാര്യത്തിൽ വിശദീകരണം എന്ന നിലക്ക് പറയാനുള്ളത്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമാണ്. അതിൽ ഇനിയും ഒരുപാട് വിശദീകരണങ്ങൾ ആവശ്യമായി വരുന്ന കാര്യങ്ങളും ആണ്.